ഹായ് ഹലോ എവ്രിവൺ, വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ, ഘടകക്രിയ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഗതി നിങ്ങൾക്ക് ഇപ്രാവശ്യം ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 3 ചാപ്റ്ററുകൾ ഈ ഒരു ഒറ്റ സംഗതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് അറിയില്ല എങ്കിൽ എക്സാമിന് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് പണി കിട്ടും. 3 ചാപ്റ്റേഴ്സ് ആണ് ഈ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കൂട്ടത്തിൽ പലർക്കും ഇപ്പോഴും ഈ ഒരു സംഭവം എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പൊ അവർക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യന്റെ ഹെൽപ്പോടുകൂടി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഘടകക്രിയ പഠിക്കാനായിട്ട് പോവാണ്. പ്രൈം ഫാക്ടറൈസേഷൻ. ചോദ്യം ഇങ്ങനെയായിരിക്കും വരുന്നത്: 96/128 കൃത്യംഗ രൂപത്തിൽ എഴുതി ലഘൂകരിക്കുക. സിംപ്ലിഫൈ 96/128 by writing in exponential form. 96/128 എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതണം. ഇങ്ങനെ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതണമെങ്കിൽ ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 96 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 96 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾക്കറിയാം, ഒരു ഈവൻ നമ്പർ ആണ്, ഇരട്ട സംഖ്യയാണ്, 6 അവസാനിക്കുന്നു. 6 എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പറാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 2 സ്റ്റാർട്ട് ചെയ്യാം. 2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 4 2s are 8 അല്ലെ, 4 × 2 8 ആണ്. 9 ആണ് അവിടെ ഇരിക്കുന്നത്. 9 പൂർണ്ണമായിട്ട് പോവില്ല. 8 പ്രാവശ്യം 4 × 2 8. ബാക്കി 1 അല്ലെ, 9 വരും, ബാക്കി 1 16. 16 എത്ര പ്രാവശ്യമാണ്? 8 പ്രാവശ്യം. 8 × 2 16 കഴിഞ്ഞു അല്ലേ. 8 × 2 16. ഇനി എന്ത് ചെയ്യണം, പിന്നെയും നമ്മൾ ഇതേപോലെ ചെയ്യുന്നു. കാരണം 48 ഒരു ഈവൻ നമ്പർ ആണ്. 2 തന്നെ എടുക്കുന്നു. 2 × 2 4, 4 × 2 8 കഴിഞ്ഞു. പിന്നെയും നമ്മൾ 2 എടുക്കുന്നു. 24 പകുതി എടുക്കുക, അങ്ങനെ ആലോചിച്ചാലും മതി. 12, പിന്നെയും 2 എടുക്കുന്നു. 6, പിന്നെയും 2 എടുക്കുന്നു. 3. ഇനി നിങ്ങൾ നോക്കുക, 3 എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യയല്ല, അതൊരു ഒറ്റ സംഖ്യയാണ്. ഇനി നമുക്ക് 2 എടുക്കാൻ പറ്റില്ല, പക്ഷെ 3 എടുക്കാം ഒരു പ്രാവശ്യം. ഇപ്പൊ നോക്കി കഴിഞ്ഞു. 96 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിനെ നമ്മൾ എങ്ങനെ എഴുതുന്നു? 2 എത്ര 2 ഉണ്ട് നോക്കിയേ. 1 2 3 4 5 5 2കൾ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 എന്ന് എഴുതുന്നു. 5 2കൾ ഉള്ളത് കൊണ്ട് ഇൻറ്റു 3 ഒരു 3 അല്ലേ ഉള്ളൂ. 3 അടുത്തത് 128. 128 ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. 128 ഇതേപോലെ എഴുതുക. 128 എന്ന് പറയുന്നത് എഗെയിൻ എന്താണ്, ഒരു ഇരട്ട സംഖ്യയാണ്, ഈവൻ നമ്പർ ആണ്. 2 സ്റ്റാർട്ട് ചെയ്യുന്നു. 2 ആകുമ്പോൾ നമ്മൾ 128 പകുതി എടുത്താൽ മതി, 64. പിന്നെ നമ്മൾ 2 എടുക്കുന്നു. 64 പകുതി 32. പിന്നെ 2 എടുക്കുന്നു. 32 പകുതി 16. പിന്നെ 2 എടുക്കുന്നു. 8. 2 എടുക്കുന്നു. 4. 2 എടുക്കുന്നു. 2. 2 എടുക്കുന്നു. 1 കഴിഞ്ഞു. 128 നമുക്ക് എന്ത് ചെയ്യാം, 2 എത്ര എണ്ണ നോക്കി, 1 2 3 4 5 6 7 2 ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ 2 എഴുതാൻ നമ്മൾ പഠിച്ചു. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. 96/128 സിംപ്ലിഫൈ ചെയ്യണം. 96/128. 96 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 × 3 ആണ്. 128 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 2 2 നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം അല്ലേ. ഇവരെ മാത്രം ഞാൻ എടുക്കുവാണ്. അച്ചിട്ട് 3 കളയുന്നൊന്നുമില്ല കേട്ടോ. 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 എന്ന് എഴുതുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് a⁻m ഡിവൈഡഡ് ബൈ a⁻n വന്നാൽ a⁻m - n ചെയ്യും, വേർ m ഈസ് ലാർജർ ദാൻ n. മുകളിലുള്ള നമ്പർ വലുതും താഴെയുള്ള നമ്പർ ചെറുതുമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അല്ല, നേരെ മറിച്ചാണ് വരുന്നതെങ്കിലോ, അതായത് മുകളിലുള്ള സംഖ്യ ചെറുതും താഴെയുള്ള സംഖ്യ വലുതുമാണെങ്കിൽ എന്ത് ചെയ്യും? മുകളിലുള്ള സംഖ്യ ചെറുതും, ശ്രദ്ധിക്കണേ, താഴെയുള്ള സംഖ്യ വലുതുമാണെങ്കിൽ നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട, 1/, ഇട്ടാൽ മതി. 1/2 - 5 ഇൻറ്റു 3 അതായത് 3 ഡിവൈഡഡ് ബൈ 2 - 2 ചെയ്താൽ എത്ര വരും? 7 - 5 ചെയ്താൽ 2 എന്ന് വരും. അതായത് 3/4. ഇതാണ് ആൻസർ വരിക, 3/4. ഒന്നുകൂടെ പറയാണ്, ഇവിടെ ശ്രദ്ധിക്കുക. 2 ഡിവൈഡഡ് ബൈ 2 മുകളിൽ ചെറിയ നമ്പറും താഴെ വലിയ നമ്പറും ആണെങ്കിൽ ഉത്തരത്തിൽ എന്ത് വരും? 1/, എന്ന് വരും. മുകളിൽ ചെറുതും താഴെ വലുതും ആണെങ്കിൽ ഉത്തരം
1/2⁻⁻5. 2⁻⁻5 എന്ന് പറഞ്ഞാൽ എന്താണ്? 2⁻2 ആണ്, 3/4 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് നമ്പറുകൾ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഒരുപാട് നമ്പർ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഷുവറായിട്ടും ഈ ഭാഗത്തു നിന്നൊരു ചോദ്യം എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ മറക്കരുത്, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതേപോലെ ഈ അവസാന നിമിഷത്തിലുള്ള ഈ ഒരു ഹറിബറി ഒഴിവാക്കാനായിട്ട് കൃത്യമായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇനിയും ഈ ഒരു അബദ്ധം നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ ആദ്യം മുതലേ പഠിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ എൻഡ് ഗെയിം ബാച്ചിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക. കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ചാപ്റ്റർ മുതൽ പഠിച്ച് ആനുവൽ എക്സാം ടെൻഷൻ ഇല്ലാതെ എഴുതി അടിപൊളി മാർക്ക് നേടാം.